കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പ് 2 മാസം മുൻപാണ് കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ദിവസങ്ങൾക്കിപ്പുറം 2 മാസങ്ങൾക്കിപ്പുറം 16-ാം തീയതിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നിരുന്നത്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വോട്ടെണ്ണൽ നടന്നു. അതുമായി ബന്ധപ്പെട്ട് 7 സീറ്റിന്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്ന നിലയുണ്ടായി. അതിൽ 6 സീറ്റിനകത്ത് SFIയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന നിലയും 1 സീറ്റിനകത്ത് KSUവിന്റെ പ്രതിനിധി വിജയിക്കുന്ന നിലയും ഉണ്ടായി. 8ാമത്തെ സീറ്റിന്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആ കൗണ്ടിങ് റീകൗണ്ടിങ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ നീണ്ടുപോകുന്ന നിലയാണ് ഉണ്ടായത്. രാത്രി 11:30-12 മണിയായിട്ടും അതിന്റെ കൗണ്ടിങ് പൂർത്തീകരിക്കാത്ത ഘട്ടത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി പോലീസ് ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് നിലവിലുള്ള ബാലറ്റ് ബോക്സ് സീൽ ചെയ്ത് സർവകലാശാലയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും തുടർന്ന് വരും ദിവസങ്ങളിൽ വിവിധ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിനു ശേഷം അതിന്റെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യാം എന്ന നിലയിലേക്ക് തീരുമാനമെത്തിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില ദൃശ്യങ്ങൾ തെറ്റായി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതായത് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിനകത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രവേശിച്ചു. അദ്ദേഹം ആ സർവകലാശാലയിലെ വിദ്യാർത്ഥിയല്ല. അദ്ദേഹം തെറ്റായ നിലയിൽ അവിടെ പ്രവേശിച്ചു. അവിടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ തെറ്റായി ഇടപെടാൻ വേണ്ടി ശ്രമിച്ചു എന്നടക്കം ധ്വനിപ്പിക്കുന്ന നിലയിലേക്കുള്ള വാർത്തകൾ, വീഡിയോ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് വസ്തുതാ വിരുദ്ധമാണ്. കാരണം ഇന്നലെ ആ സർവകലാശാലയിലെ വിദ്യാർത്ഥി അല്ലാത്ത ഞാൻ മാത്രമല്ല ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉണ്ടായിരുന്നു. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നീണ്ടുപോകുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അതിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അവിടെ വളരെ സമാധാനപരമായിട്ടുള്ള ചർച്ചയാണ് നടന്നത്. ആ ചർച്ച നടത്തി ഈ പറഞ്ഞവർക്ക് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ദിവസം മാറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഏകപക്ഷീയമായി വളരെ തെറ്റായ നിലയിലേക്ക് SFI ഇതിനകത്ത് തെറ്റായി ഇടപെടൽ നടത്തി എന്നുള്ള വാർത്ത, SFI പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള വാർത്തയാണ്. അത് തിരുത്തുന്നതിന് വേണ്ടി തയ്യാറാകണം. 7 സീറ്റിന്റെ റിസൾട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ 6 സീറ്റും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ SFIയുടെ പ്രതിനിധികൾ വിജയിച്ചു കയറി. 1 സീറ്റിലേക്ക് KSUവിന്റെ പ്രതിനിധി വിജയിച്ചു കയറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.